എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ അതിനായിട്ട് വെണ്ടയ്ക്കയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മുന്നേ തന്നെ വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എരിവുകൾ: വെണ്ടയ്ക്ക ചെറുതായി നുറുക്കി അരിഞ്ഞത്, സവോള ഒരു ചെറിയ സവോള എടുത്താൽ മതിയാവും, പച്ചമുളക് ഒരു 3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ പാത്രം വയ്ക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തവയിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം സവോള ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഇത് ചേർക്കുക. ഇത് നന്നായി ഇളക്കുക. കൊച്ചുള്ളി ഉള്ളവർക്ക് കൊച്ചുള്ളി ആയാലും ഉപയോഗിക്കാം, ചെറിയ ഉള്ളി ആയാലും ഉപയോഗിക്കാം. അത് ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. സവോള നന്നായിട്ട് വരണ്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാം. ആദ്യം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുക. വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം പകുതിയായി വാടി വന്നിട്ടുണ്ട്. വാടി വന്നതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. എല്ലാം ഒന്ന് ഇളകി ചേർന്നതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് പാകത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. നന്നായിട്ട് എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ, മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടിച്ചേർന്നിരിപ്പുണ്ട്, വെണ്ടയ്ക്കൊക്കെ ഒട്ടിച്ചേർന്നിരിപ്പുണ്ട്. നമുക്ക് വെന്തതിന് ശേഷം അത് വിട്ട് കിട്ടുന്നതായിരിക്കും. ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒന്ന് വാടി വരണം, അതാണ് അതിൻ്റെ പരിപാടി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം, വാടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം വിട്ട് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയൊക്കെ ഒട്ടിപ്പിടിച്ച് ചേർന്നിരുന്നതൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. എല്ലായിടത്തും നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക വാടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് അടച്ചു വച്ചേക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വളരെ ഈസിയായി എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കാൻ മറക്കരുത്.